എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ റെഡിയാണ്, ഉത്തരം പറയാൻ ഞാൻ റെഡിയാണ് എന്നുള്ള ഒരാളൊന്ന് വോയിസ് ഓൺ ആക്കാൻ പറ്റുമോ? എനിവൺ? വോയിസ് പോസ്റ്റിന് മാത്രമാണ് മൊത്തത്തില് ഓപ്പൺ ആക്കണോ? ഇന്നത്തെ ക്ലാസ്സിൽ ഓൺ ആക്കാൻ പറ്റുമോ? ഓണാക്കാം സാറിന്റെ ഇതുപോലെ. ഇന്നത്തെ ക്ലാസ്സിൽ ഓൺ ആക്കിയാൽ നന്നാവും. ഇപ്പൊ ഓണാക്കാം. റെഡിയാണ്. സൗണ്ട് കുറവായിട്ട് പോകുന്നുണ്ടോ? കുറച്ചുകൂടെ സൗണ്ട്. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇപ്പോ എല്ലാവർക്കും വോയിസ് ഓൺ ആക്കാനുള്ള സംവിധാനം ഓക്കെ ആയോ സാറേ? അങ്ങനെയെങ്കിൽ ഒരാൾ മാത്രം വോയിസ് ഓൺ ആക്കുക. ഒരാൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആരും ഓൺ ആക്കരുത് കേട്ടോ. ഓക്കെ. ആരാ നിന്ന് ഉത്തരം പറയാൻ റെഡി ഉള്ളത്? ഞാൻ റെഡിയാ. ഓക്കെ, ഞാൻ റെഡിയാണെന്ന് ഇപ്പൊ അവസാനം പറഞ്ഞത് ആരാണ്? പേര് പറയൂ. സാബിറ. ഓക്കെ. ഇനി വേറെ ആരും ഓൺ ആക്കരുത്. ഞാൻ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഇന്ന് ഇന്ററാക്റ്റീവ് ആക്കാം എന്ന് വിചാരിച്ചത്. സാബിറ ഏത് ജില്ലയിൽ നിന്നാണ്? മലപ്പുറത്ത് എവിടെയാണ്? വാഴക്കാട്. ഓക്കെ. ദാറുൽ വാഴക്കാടിന്റെ മുമ്പെന്നാണ് വരുന്നത്. നല്ലൊരു സ്ഥലമാണ് വാഴക്കാട്. പ്രത്യേകിച്ച് അറബി മേഖലയിലൊക്കെ കുറെ ആളുകൾ, ഈവൻ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജദാറ എന്ന് പറയുന്ന ഗൈഡ് തന്നെ എഴുതിയത് വാഴക്കാട് കോളേജിലുള്ള ജുനൈദ് സാറൊക്കെയാണല്ലേ. അപ്പൊ ഞാന് ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ്. നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളുടെ ഒന്നാമത്തെ സെഷനില് നമ്മൾ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ സെഷനിൽ എന്താണ് പറഞ്ഞതെന്ന് ഇൻഡോ അറബിലെ? മുഹീദ്ദീൻ അലുവായിനെ കേരളത്തിലെ ആളുകളാണ് പറഞ്ഞത്. ശരിയാണ്. രണ്ടാമത്തെ സെക്ഷനില് വെനുദി മഖ്ദൂമിനെ ഇവരൊക്കെ പറഞ്ഞാണ്. രണ്ടാമത്തെ സെഷനും ഒന്നാമത്തെ സെഷനും ഓക്കെ. പിന്നെ നമ്മള് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്താറുണ്ടോ? നോട്ട് ഓൾറെഡി കയ്യിലുണ്ട്. അപ്പൊ പിന്നെ അതിലിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കലാണ്. ഓക്കെ. PYQ ഒക്കെ അറ്റൻഡ് ചെയ്യലുണ്ട്? അതായത് നമ്മള് കുറെ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നില്ലേ? അറ്റൻഡ് ചെയ്യലുണ്ട്. നിങ്ങള് ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇനിയുള്ള വരുന്ന PSC എക്സാം റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്നുള്ളത്? ഇൻഷാ അല്ലാഹ് വരും തോന്നുന്നു. ഓക്കെ. ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഓഫ് ആയിക്കോട്ടോ സൗണ്ട്. നിങ്ങളെല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവിനെ കൊണ്ട് ഒന്ന് ചോദിച്ചതാണ്. അപ്പോ സാബിറ ടീച്ചറിന് പ്രത്യേകം കൃതജ്ഞത അറിയിക്കാണ് വോയിസ് ഓൺ ആക്കി സംസാരിക്കാൻ ധൈര്യം കാണിച്ചത്. ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചോദിച്ചത്. നമ്മള് ഒന്നാമത്തെ സെഷനിൽ കേരളത്തിലെ സാഹിത്യകാരന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. രണ്ടാമത്തെ സെഷനിലാണെങ്കിൽ അതിന് പുറമെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങളോട് കുറച്ച് ഭാഗങ്ങള് നമ്മളൊന്ന് മാറ്റി വെച്ചിരുന്നു. ആ മാറ്റിവെച്ച ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം. മാറ്റിവെച്ചതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അസ്സിഹാഫ അൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ അറബ് ജേണലുകൾ ഏതൊക്കെയാണ്, മുമ്പ് ഉണ്ടായിരുന്ന അറബ് ജേണലുകൾ ഏതൊക്കെയാണ്, അതിനെപ്പറ്റി ചോദ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം.
രണ്ടാമത്തെ ഒരു ഭാഗം എന്നുള്ളത് വോയിസ് എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് കുറച്ച് ഇന്ററാക്ഷൻ ആക്കാനാണ് വോയിസ് ഓൺ ആക്കിയത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നരുത്. ഓക്കെ, അപ്പൊ ഇനി പറയാനുള്ളത് ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബിയ ഫിൽ ഹിന്ദാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാല് ഇതിന് ശേഷം ഇന്ത്യയിലെ കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ച് പിന്നെ നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ച് സ്ഥാപനങ്ങൾ. പിന്നെ മൂന്നാമത്തെ ഏരിയ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്. ഇങ്ങനെ ഒരു ചെറിയ ഒരു 3 ഏരിയകളാണ് നമ്മൾ ബാക്കി വെച്ചത്. ഒന്നാമത്തെ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ അതിൽ നിന്ന് ബാക്കി വെച്ച കുറച്ച് ചിഹ്നിച്ചത് കിടക്കുന്ന കുറച്ച് ഏരിയകളാണ് ഇന്ന് നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അസ്ഹാഫൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ജേണലുകൾ, ഇന്ത്യയിലെ പിന്നെ മാഗസിനുകൾ, അറബിക് മാഗസിനുകൾ ഏതൊക്കെ നോക്കാം നമുക്ക്. ആദ്യമായിക്കൊണ്ട് അന്നഫഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം എന്നുള്ള മാഗസിൻ. അതാണ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ മാഗസിൻ, ആദ്യത്തെ മജല്ല, അല്ലെങ്കിൽ ആദ്യത്തെ സ്വഹീഫ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അവ്വലു സ്വഹീഫ അൽ അറബിയ ഫി ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇറങ്ങിയ ആദ്യത്തെ അറബ് ജേണൽ ഏതാണെന്ന് ചോദിച്ചാൽ അന്നഫഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുള്ള PSC സിലബസിൽ ഒരിക്കലും ഈ ഒരു ഏരിയ ഇല്ല. ഇൻഡോ അറബ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഈ ഒരു ഏരിയ PSCയുടെ സിലബസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 2021, 23, 24 വർഷങ്ങളിലൊക്കെ പിന്നെ PSC സിലബസ് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ വന്നിട്ടില്ല. നേരെ മറിച്ച് 2017 ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യമുണ്ട്. അന്നഫഉൽ അലീം എന്ന മജലയെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഇൻഡോ അറബിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴുള്ള, അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോഴുള്ള സിലബസിൽ ഈ ഏരിയ ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കേട്ടറ്റുകൾക്കൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് PSCയിൽ അഥവാ ചോദിക്കുമോ എന്നുള്ള നമ്മളുടെ ഒരു ആശങ്ക കൊണ്ടാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ സെഷനിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒന്നാമത്തെ രണ്ടാമത്തെ സെഷൻ കൊണ്ട് സിലബസ് നമ്മൾ പൂർത്തിയാക്കിയതാണ്. ഇത് എക്സ്ട്രാ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ നഫ്ഉൽ അലീമിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇനി മറ്റു ജേണലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അൽദിയാ എന്ന് പറയുന്ന ജേണൽ, അൽദിയാ. അതുപോലെ സ്വഹീഫ മിൻ ഉസ്റത്തി നദ്വത്തുൽ ഉലമാ, ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംഘടനയാണ്, ഒരു കോളേജ് ക്യാമ്പസ് ആണ് നദ്വത്തുൽ ഉലമാ. നദ്വിമാരൊക്കെ ഇറങ്ങുന്നത് അവിടെ നിന്നാണ്. ആ നദ്വത്തുൽ ഉലമായിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ അറബിക് ജേണലാണ്, ആദ്യത്തെ മജല്ലയാണ് അൽദിയാ എന്ന മജല്ല. 1932 അത് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു ചോദ്യം മുൻപ് കേട്ടറ്റിന് ചോദിച്ചതാണ്. അത് പിന്നെ ആ ഒരു പ്രസിദ്ധീകരണം ഇപ്പോഴില്ല, ഇപ്പൊ അത് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ജേണലിനെ പറ്റി നോക്കാം. സഖാഫത്തുൽ ഹിന്ദ്. സഖാഫത്തുൽ ഹിന്ദ് പണ്ടത്തെ PSCകളിലും ഇപ്പോൾ നടക്കുന്ന കേട്ടറ്റിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സഖാഫത്തുൽ ഹിന്ദ്. സഖാഫത്തുൽ ഹിന്ദിനെ പറ്റി പറയുമ്പോൾ അതൊരു 2020-21 വരെയൊക്കെ കൃത്യമായി തുടർന്ന് കൊണ്ടുപോകുന്ന ഒന്നാണ് സഖാഫത്തുൽ ഹിന്ദ്. പിന്നീട് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ട് സഖാഫത്തുൽ ഹിന്ദ് സത്യം പറഞ്ഞാൽ നിന്ന് പോയിട്ടുണ്ട്. സഖാഫത്തുൽ ഹിന്ദ് പബ്ലിഷ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്ന ചോദ്യം ഉണ്ടാകാറുണ്ട്. ഡൽഹിയിൽ നിന്നാണ്. അത് ആരാണ് പബ്ലിഷ് ചെയ്തിരുന്നത്? മജ്ലിസുൽ ഹിന്ദിയ ലിൽ അലാഖാത്തി സഖാഫിയ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ഒരു സാംസ്കാരിക മന്ത്രാലയമുണ്ട്. അവരാണ് 950 മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് സഖാഫത്തുൽ ഹിന്ദ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഖ്ദമു സ്വഹീഫ അൽ അറബിയ തസ്ദുറു ഹത്തൽ ആൻ, ഇന്നും പബ്ലിഷ് ചെയ്യുന്ന അറബിക് ജേണൽ എന്നുള്ളൊരു പോയിന്റ് അതിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോ ഒരു 3-4 വർഷമായിട്ട് ഇത് ഇറങ്ങിയിട്ടില്ല, അത് കൃത്യമായിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മുൻപ് ചോദ്യങ്ങളിൽ വന്നതാണ്,
സഖാഫത്തുൽ ഹിന്ദ് പ്രധാനപ്പെട്ടതാണ്. ഇനി മജല്ലത്തു സൗത്തുൽ ഹിന്ദ്, സൗത്തുൽ ഹിന്ദും നിരന്തരം ചോദ്യങ്ങളിൽ വന്നതാണ്. കാരണം സൗത്തുൽ ഹിന്ദ് ഇന്ത്യയിൽ നിന്നല്ല പബ്ലിഷ് ചെയ്യുന്നത്, അത് ഈജിപ്തിലുള്ള ഇന്ത്യൻ എംബസിയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അസ്സഫാറത്തുൽ ഹിന്ദിയ ബിൽ ഖാഹിറ, ഈജിപ്തിന്റെ തലസ്ഥാനമായ കാഹിറയിലുള്ള ഇന്ത്യൻ എംബസിയാണ് സൗത്തുൽ ഹിന്ദ് പബ്ലിഷ് ചെയ്യുന്നത്. 1952 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതൊന്നും പറ്റിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. സൗത്തുൽ ഹിന്ദ് എവിടെന്നാ പബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാല് ഡൽഹിയും മുംബൈയും കൊൽക്കത്തയൊക്കെ നമ്മൾ വിചാരിക്കും. ഒരിക്കലും ഇന്ത്യന്റെ പുറത്തുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കില്ല. ആ രൂപത്തില് പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചോദ്യങ്ങൾ ഇടാറുണ്ട്. ഇനി മറ്റൊരു ജേണലാണ്, മറ്റൊരു മാഗസിനാണ് അൽ ബാസുൽ ഇസ്ലാമി. അൽ ബാസുൽ ഇസ്ലാമി ഒട്ടനവധി തവണ PSCയും കേട്ടറ്റും ചോദിച്ചതാണ്. മജല്ലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയത് ഏതാണെന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് അത് ബാസുൽ ഇസ്ലാമിയാണ്. ഇന്നും പബ്ലിഷ് ചെയ്യുന്നു. ബാസുൽ ഇസ്ലാമി 1955 സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന രൂപം എവിടെ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നതാണ് ചോദിക്കാറുള്ളത്. ലക്നൌവിൽ നിന്ന്, അല്ലെങ്കിൽ നദുവത്തുൽ ഉലമായിൽ നിന്ന്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന്. അപ്പൊ ഈ ചോദ്യം പലപ്പോഴും വന്നതാണ്, ബാസുൽ ഇസ്ലാമി എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്ത ജേണലിലേക്ക് പോവാം. റായിദാണ്. റായിദും നദുവത്തുൽ ഉലമായിൽ നിന്ന് തന്നെ, ലക്നൌവിൽ നിന്ന് തന്നെ 1959 റായിദ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. അത് അത്ര തന്നെ പരീക്ഷകളിൽ ചോദിക്കാറില്ല. ഇനി വേറൊന്ന് മജല്ലത്തു സൗത്തുൽ ഉമ്മയാണ്. സൗത്തുൽ ഉമ്മ തസ്ദുറു മിൻ ജാമിയ സലഫിയ ബനാറസ്. ബനാറസിലെ ജാമിയ സലഫിയിൽ നിന്നാണ് ഈ ഒരു മാഗസിന് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് മാഗസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഒന്നുകൂടെ പറയാം. ഏറ്റവും ആദ്യത്തെ മാഗസിൻ, ഏറ്റവും ആദ്യത്തെ ജേണൽ നഫ്ഉൽ അലീമാണ്. അതിനുശേഷം ലിയാ വന്നു, സഖാഫത്തുൽ ഹിന്ദ് ഒക്കെ വന്നു, മജല്ലത്തു സൗത്തുൽ ഹിന്ദും ബാസുൽ ഇസ്ലാമിയും. ഇത്ര എണ്ണം, ഒരു 3-4 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. ഇനി പിന്നെ കേരളത്തിൽ കുറെ അറബ് ജേണലുകളൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ അറബിക് മാഗസിനുകൾ വന്നിട്ടുണ്ട്. അതിനെ പറ്റിയൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. നിങ്ങളുടെ അറിവിലേക്ക് മാത്രം പറയാണ്. കേരളത്തിലെ ആദ്യത്തെ അറബിക് മാഗസിൻ എന്ന് പറയുന്നത് അൽ ബുഷ്ര എന്ന് പറയുന്നതാണ്. അൽ ബുഷ്ര. അപ്പൊ അതും കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടായിരിക്കട്ടെ. എന്ന് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കട്ടെ. ഇനി നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിച്ച് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അൽ മറാക്കിസുൽ ഇസ്ലാമിയ അൽ അറബിയ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ അറബി പഠിപ്പിക്കുന്ന, ഇസ്ലാമുമായിട്ട് ടച്ച് ഉള്ള കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിലെ അറബി പഠിപ്പിക്കുന്ന ഒരു 3-4 സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ, മുഅസ്സിസ്, ഉണ്ടാക്കിയത് ആരാണ് എന്നത് പിന്നെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ കേട്ടറ്റിന് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വർഷവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും നമ്മൾ ചോദ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നോക്കാം നമുക്ക്. ഒന്നാമതായിക്കൊണ്ട് ജാമിഅത്തു ദാറുൽ ഉലൂം ദിയൂബന്ദ്. ഈ സ്ഥാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ആദ്യമായിട്ടൊക്കെ വന്ന ഒരു സ്ഥാപനമാണ്. തുടക്ക കാലഘട്ടത്തിൽ വന്നതാണ് ദാറുൽ ഉലൂം ദിയൂബന്ദ്. അതുണ്ടാക്കിയത് ആരാണെന്ന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഖാസിം നാനൂത്തവിയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. മുഹമ്മദ് ഖാസിം നാനൂത്തവി 1867 അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ജാമിയത്തു ദാറുൽ ഉലൂം ദിയൂബന്ദിന് ഒരു ലഖബ് ഉണ്ട്, ഒരു അറിയപ്പെടുന്ന പേരുണ്ട്. അസ്ഹറുൽ ഹിന്ദ്, ഇന്ത്യയുടെ അസ്ഹർ എന്നാണ് ആ സ്ഥാപനം അറിയപ്പെടുന്നത്. ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളുണ്ട്, മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ. ഇപ്പോ കേരളത്തിന്റെ അലിഗഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഫറൂഖ് കോളേജാണ്. അങ്ങനെ ഒരു വിശേഷണം ആ കോളേജിനുണ്ട്. അതേപോലെ തന്നെയാണ് ദാറുൽ ഉലൂം ദിയൂബന്ദ്, അസ്ഹറുൽ ഹിന്ദ്, ഇന്ത്യയുടെ അസ്ഹർ എന്നാണ് ആ സ്ഥാപനം അറിയപ്പെട്ടത്. ഉത്തർപ്രദേശിലെ ദിയൂബന്ദിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ യെല്ലോയിൽ മെൻഷൻ ചെയ്ത ഈ 2 പോയിന്റും മുൻപ് കാലങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു സ്ഥാപനം ജാമിയത്തു അലിഗഡ് ഇസ്ലാമിയ, AMU എന്ന് നമ്മൾ പറയും, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അലിഗഡ് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡിന്റെ സ്ഥാപകൻ. അദ്ദേഹമാണ് അലിഗഡ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഉത്തർപ്രദേശിൽ തന്നെയാണ് അലിഗഡും സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ അലിഗഡില് പ്രത്യേകിച്ച് PG കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമതായിക്കൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത് ജാമിയ മില്ലിയ ഇസ്ലാമിയ, JMI എന്ന് പറയുന്ന സ്ഥാപനം. ജാമിയ മില്ലിയ ഇസ്ലാമിയ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് JMI, ജാമിയ മില്ലിയ ഇസ്ലാമിയ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രതികരണം വരുന്നത് മിക്കവാറും JMIയിൽ നിന്നാവും, ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിന്നാവും. CAA NRC പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യത്തെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നല്ല, ഏതെങ്കിലും സംഘടനകളിൽ നിന്നല്ല, നേരെ മറിച്ച് JMIയിലെ വിദ്യാർത്ഥികളാണ് CAA NRCയിലൊക്കെ ആദ്യം പ്രതികരിച്ചത്. അത് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് അവരാണ്, ജാമിയ മില്ലിയ ഇസ്ലാമിയ. അപ്പൊ എപ്പോഴും JMI എന്ന് കേൾക്കുമ്പോൾ ഒരു വിപ്ലവമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മാത്രമല്ല അതിന്റെ സ്ഥാപകൻ ഒരു വിപ്ലവ നേതാവ് കൂടെയാണ്, മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. സ്വതന്ത്ര സമര ചരിത്രമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹറിന് അത്രത്തോളം സ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ട്. അദ്ദേഹമാണ് അതിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ വേറൊരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്, PSC ഒരിക്കല് ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ അല്ല ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്, മഹ്മൂദ് ഹസനാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. കാരണം ഒരു സ്ഥാപനം 2-3 പേര് ചേർന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ പലരും അതിന്റെ സ്ഥാപകരായിട്ട് അറിയപ്പെടാറുണ്ട്. ആ രൂപത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറും മഹ്മൂദ് ഹസനും 2 പേരും അതിന്റെ സ്ഥാപകരായിട്ടൊക്കെ അറിയപ്പെടാറുണ്ട്. ജാമിയ മില്ലിയ ഇസ്ലാമിയ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇന്നും ഇന്ത്യയിൽ PG ഡിപ്പാർട്ട്മെന്റ് അറബി നോക്കുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപടി മുമ്പിൽ നിൽക്കുന്നത് JMI തന്നെയാണ്, ജാമിയ മില്ലിയ ഇസ്ലാമിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിൽ അതിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് നദ്വത്തുൽ ഉലമ ആണ്. നമ്മൾ നേരത്തെ നദ്വത്തുൽ ഉലമാനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. നദ്വത്തുൽ ഉലമ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകൾ കുറെ നദിവിമാരുണ്ട്. അബുൽ ഹസൻ നദ്വി ഉണ്ട്, സുലൈമാൻ നദ്വി ഉണ്ട്, കുറെ ആളുകൾ ഇന്ത്യയിൽ കുറെ സംഭാവനകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അൽദിയാ, റായിദ്, ബാസുൽ ഇസ്ലാമി തുടങ്ങിയ മാഗസിനുകൾ അവിടെ നിന്ന് ഇറങ്ങിയതായിട്ട് പറഞ്ഞു. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നദ്വത്തുൽ ഉലമ എന്നുള്ളത്. അലിഗഡും JMIയും ഒക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തു. പക്ഷെ നദ്വത്തുൽ ഉലമ ഇപ്പോഴും ആ പ്രൈവറ്റ് രൂപത്തിൽ തന്നെയാണ്, പഴയ സ്റ്റൈലിൽ തന്നെയാണ് പോകുന്നത്. നദ്വത്തുൽ ഉലമയുടെ സ്ഥാപകൻ മുഹമ്മദ് അലി അൽ മുൻഗീരിയാണ്. 1892 സ്ഥാപിച്ചത്. അതും സ്ഥിരമായിട്ട് ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് ചോദ്യങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്ഥാപനങ്ങളേ ഉള്ളൂ, ഇനിയും കുറെ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ റൗദത്തുൽ ഉലൂം അറബി കോളേജ്, ഫറൂഖ് കോളേജ്, ഇതൊക്കെ ചോദ്യങ്ങളിലൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു കേട്ടറ്റ് പരീക്ഷ നടക്കുന്ന സമയത്ത്, കേട്ടറ്റിനാണെന്ന് തോന്നുന്നു, ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഫറൂഖ് കോളേജിന്റെ സ്ഥാപകൻ ആരാണെന്ന്. ജനറൽ കേട്ടോ, അറബിക്കിലല്ല, ജനറലിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അബു സബാഹ് മൗലവിയാണ് അതിന്റെ സ്ഥാപകൻ. അപ്പൊ ഈ രൂപത്തിലൊക്കെ സ്ഥാപനങ്ങൾ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ പ്രത്യക്ഷപ്പെട്ടേക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നമ്മൾ പറഞ്ഞത്. മുൻപ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, സ്ഥാപനങ്ങൾ എന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രത്യേകം ചോദിച്ച 3-4 സ്ഥാപനങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ അറബിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇതൊന്നും ചോദ്യങ്ങളിലില്ല. അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ 2 ഏരിയകൾ, ഒന്ന് മറാക്കിസുൽ ഇസ്ലാമിയ, ഇന്ത്യയിലെ സ്ഥാപനങ്ങളാണ്. വേറൊന്ന് അസ്സിഹാഫ, ജേണലുകളാണ്, മജല്ലകളാണ്. ഈ 2 ഏരിയകളും പരീക്ഷയ്ക്ക് ഒട്ടും ഇപ്പൊ നടക്കുന്ന പരീക്ഷകൾക്ക് നമ്മൾ കാണാത്ത ഏരിയകളാണ്. നേരെ മറിച്ച് പണ്ട് കാലത്ത് നടന്ന പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ നന്നായിട്ട് ചോദിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ഇത് പഠിച്ചാൽ മതി. നേരെ മറിച്ച് സിലബസിൽ ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മള് കമന്റിൽ റൗദത്തുൽ ഉലൂം അറബി കോളേജിനെ കുറിച്ച്
മൗലാന അബ്ദുൽ സ്വബാഹ് മൗലവി. ഓക്കെ, ഞാൻ റൗദത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്. റൗദത്തിൽ 5 കൊല്ലം പഠിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ ഇങ്ങനെ ജീവിക്കുന്നത്. അതും കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ്. അത്തർജമ അൽ അദബിയ മിനൽ മലൈബാരിയ ഇലൽ അറബിയ വബിൽ അക്സ്. ഇത് ചെറിയ ഒരു ഏരിയ ആണ്. അതായത് കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യ, പിന്നെ ഒരു ലിറ്റററി ട്രാൻസ്ലേഷൻ ആണ്. ഒരു സാഹിത്യ പുസ്തകങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. കുറേ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിയിട്ടുള്ള ലിറ്റററി വർക്കുകളാണ് ജസ്റ്റ് നോക്കുന്നത്. കുറേ പുസ്തകങ്ങളുണ്ട്. അതിൽ തന്നെ PSCക്ക് പണ്ട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടത്തിന് ചോദിക്കുന്നത് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. ആദ്യം തന്നെ തകഴി ശിവശങ്കര പിള്ള എഴുതിയ ചെമ്മീൻ എന്ന നോവൽ, അത് അറബിയിൽ എത്തിച്ചത് അദ്ദക്തൂർ മുഹയുദ്ദീൻ ആലുവായിയാണ്. നമ്മളത് പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. അദ്ദേഹം അറബിയിൽ അതിന് കൊടുത്ത പേര് ഷമ്മീൻ എന്ന പേരിൽ തന്നെയാണ് കൊടുത്തത്. വേറെ ഒരു പതിപ്പില് അസ്സമക്കത്തു സ്വഗീറ എന്ന പേരിലും അത് അറിയപ്പെട്ടിട്ടുണ്ട്. 1965 ഈ വർക്ക് നടന്നത്. ആദ്യമായി കൊണ്ടാണ് പിന്നെ മലയാളത്തിൽ നിന്ന് ഒരു അറബിയിൽ എത്തുന്നത്. അവ്വലു തർജമ അദബിയ മിനൽ മലയാളമിയ ഇലൽ അറബിയ. മലയാളത്തിൽ നിന്ന് അറബിയിലെത്തിയ ആദ്യത്തെ പുസ്തകമാണ് ചെമ്മീൻ എന്ന് പറയുന്ന ഈ നോവൽ. അത് മുഹയുദ്ദീൻ ആലുവായി ആണ് ആ ഒരു ട്രാൻസ്ലേഷൻ വർക്ക് നിർവഹിച്ചിട്ടുള്ളത്. എപ്പോഴും ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഈ വീണപൂവ് അതുപോലെ തന്നെ. വീണപൂവ് കുമാരനാശാൻ എഴുതിയ സുന്ദരമായ കവിതയാണ് വീണപൂവ് എന്നുള്ളത്. വീണപൂവ് അറബിയിലേക്ക് എത്തിച്ചത് അബൂബക്കർ മൗലവി നന്മണ്ടയാണ്. പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന് അദ്ദേഹം കൊടുത്ത പേര് അസ്സഹ്റത്തു സാഖിത എന്നുള്ള പേരാണ്. അതേ പേര് തന്നെ. പ്രത്യേകം പറയേണ്ട അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ, വീണപൂവ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് മലയാളത്തിലെ കവിത പിന്നെ നിയമങ്ങളും വൃത്തങ്ങളും അനുസരിച്ചാണ്. അതേ ആശയം എടുത്തുകൊണ്ട് അറബിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അതിന്റെ അറബിയിലുള്ള റൂള് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ആ ആശയം നഷ്ടപ്പെടരുത്. ഒരു വരിയുടെ പിന്നെ അർത്ഥം അതുപോലെ ഒരു അറബി കവിതയാക്കുമ്പോൾ ആ ആശയം നഷ്ടപ്പെടരുത്. എന്നാൽ അറബിയിലുള്ള അറൂദിന്റെ നിയമങ്ങൾ കാഫിയയും ബഹറും കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ദൗത്യമാണ്. അത് വളരെ വ്യക്തമായി കൃത്യമായി ബസീത്ത് ബഹർ സെലക്ട് ചെയ്ത് ആ ബഹർ പിന്നെ മുഴുവൻ വരികളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെടാതെ അറബിയിലെ വൃത്തം ഉപയോഗിച്ചുകൊണ്ടാണ് വീണപൂവ് അബൂബക്കർ മൗലവി നന്മണ്ട അറബിയിലേക്ക് എത്തിച്ചത്. പിന്നെ ഷിയറുൽ ഹുറുകളൊക്കെ എത്തിച്ച കുറെ ആളുകളുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഷിഹാബ് ഓനിമിനെ പോലത്തെ ആളുകൾ. അതിനേക്കാൾ ഒരുപാട് വലിയ ഒരു ദൗത്യമാണ് അബൂബക്കർ മൗലവി നന്മണ്ട ചെയ്തത് എന്ന് ഈ സമയത്ത് അതൊക്കെ നമ്മൾ ആലോചിക്കണം. 1989 ഈ ട്രാൻസ്ലേഷൻ വർക്കുകൾ നടന്നത്. ഇനി യാ അല്ലാ എന്ന് പറയുന്ന കമലാ സുരയ്യയുടെ കവിതയുണ്ട്. അത് മൊയ്തു മൗലവിയാണ് 2003 അറബിയിലേക്ക് എത്തിച്ചത്. ഇത് ചോദ്യങ്ങളിലൊന്നും അങ്ങനെ ഇടം പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് നോക്കാം ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ബാല്യകാലസഖി, രണ്ടും വളരെ പ്രസിദ്ധമായിട്ടുള്ള പിന്നെ വർക്കുകളാണ്. അത് രണ്ടും അറബിയിലേക്ക് എത്തിച്ചത് ഒരേ വ്യക്തിയാണ്. സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫിയാണ്. 2015-ന്റെയും 2020-ന്റെയും ഇടയിലാണ് ഈ വർക്കൊക്കെ നടക്കുന്നത്. അപ്പൊ റീസെന്റ് ആയ വർക്ക് എന്ന നിലയിൽ ഇത് PSCക്ക് ചോദിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. സിലബസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല. ഇതിന്റെ ഒരു ക്ലോസ് നമ്മൾ PSCയുടെ PDF-ൽ സിലബസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിലബസിന് പുറത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നൊരു ക്ലോസ് അതിലുണ്ട്. ആ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫിയെ നമുക്കറിയാം. അദ്ദേഹം തോന്നുന്നു പിന്നെ മലയാളിയാണെങ്കിലും കൂടുതൽ ഗൾഫിലാണ് കൂടുതൽ ജീവിക്കുന്നത് തോന്നുന്നു. നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ പണ്ഡിതൻ ആദിർശേരി ഉസ്താദിന്റെ പിന്നെ മകനാണ് സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. അദ്ദേഹമാണ് ഈ 2 വർക്കുകൾ നടത്തിയത്. ആടുജീവിതത്തിന് അദ്ദേഹം അറബിയിൽ നൽകിയ പേര് അയ്യാമുൽ മാഇസ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയും ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഈ ട്രാൻസ്ലേഷൻ ചെയ്തത് ആരാണ് എന്നൊരു ഭാഗം എന്നൊരു പദപ്രയോഗം ഉപയോഗിക്കാതെ തന്നെ അയ്യാമുൽ മാഇസ് എഴുതിയത് ആരാണ് എന്നും ചോദിക്കാം. ബാല്യകാല സഖിക്ക് റഫീഖത്തു സ്യുബ എന്നുള്ള പേരാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ നമ്മൾ നോട്ട് ചെയ്യുക.
ഇനി ട്രാൻസ്ലേഷന്റെ കാര്യം പറയുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കുകളൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്, ഒരു വ്യക്തിയാണ് ഷിഹാബ് ഗോനിം എന്ന് പറയുന്ന വ്യക്തി. ഷിഹാബ് ഗോനിം എന്ന അറബി കവി. അദ്ദേഹം പിന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളത്തിലുള്ള കവിതകൾ അറബിയിൽ എത്തിച്ച വ്യക്തിയാണ്. അതിൽ കമലാ സുരയ്യ, സുഗതകുമാരി, എം ടി വാസുദേവൻ നായർ, ONV, ഇതേപോലത്തെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ കുമാരനാശാൻ പോലത്തെ ഒട്ടുമിക്ക ആളുകളുടെയും നല്ല നല്ല കവിതകൾ, 75ഓളം വരുന്ന കവികളുടെ 140ഓളം വരുന്ന കവിതകൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഷിഹാബ് ഗോനിം എന്ന ഈ അറബി. അദ്ദേഹം 2020 ഇറക്കിയ പുസ്തകമാണ് മുഖ്താറാത്ത് മിൻ ശിഇരി കൈരള അൽ മുആസിർ എന്നുള്ള ഈ പുസ്തകം. ആധുനിക മലയാള കവിതകൾ, തെരഞ്ഞെടുത്ത കവിതകൾ എന്ന ഈ പുസ്തകം. ഇതൊക്കെ റീസെന്റ് ആയിട്ട് വന്ന പോയിന്റുകളാണ്. കണ്ടംപററി പോയിന്റുകളാണ്. ഏറ്റവും അവസാനം ഇറങ്ങിയ പുസ്തകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ബുദ്ധിയും വിവരമുള്ള കുറച്ചൊക്കെ മണ്ടുള്ള ആളുകള് പരീക്ഷയ്ക്ക് പേപ്പർ ചോദിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 2020 ഈ വർക്ക് നടന്നിട്ടുള്ളത്. അതും കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രാൻസ്ലേഷന്റെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിക്കൊണ്ട് ദുആഉൽ ഖിർവാൻ. ദുആഉൽ ഖിർവാൻ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മലയാളത്തിൽ നിന്ന് പോയതാണല്ലേ. ദുആഉൽ ഖിർവാൻ അറബിയിലുള്ള നോവലാണ്. ത്വഹ ഹുസൈന്റെ അടിപൊളി നോവലാണ് ദുആഉൽ ഖിർവാൻ. ദുആഉൽ ഖിർവാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരിയാണ്. പിന്നെ കേരളത്തിലെ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതനാണ്. അതേപോലെ തന്നെ അറബി ഭാഷ പണ്ഡിതനാണ് അദ്ദേഹം. റൗദുൽ ഉലൂം അറബിക് കോളേജിലൂടെ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട്. പാതിരാ കുയിലിന്റെ രാഗം എന്ന പേരിലാണ് ഈ വർക്ക് പിന്നെ മലയാളത്തിൽ എത്തിയിട്ടുള്ളത്. ഇതും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, ചോദ്യങ്ങളിൽ കാണാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേഷൻ വർക്കാണ് ഈ പറയുന്ന പുസ്തകവും. ഇനി പിന്നെ ഒന്ന് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഞാൻ പിന്നെ കുറച്ചധികം, അതായത് ഇതുവരെ നടന്നിട്ടുള്ള ഏകദേശം മുഴുവൻ ട്രാൻസ്ലേഷൻ വർക്കുകളുടെയും ഒരു പിന്നെ ലിസ്റ്റാണ് ഇത്. ഇത് മുഴുവൻ പഠിക്കരുത്, നിങ്ങൾ മുഴുവൻ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ചെമ്മീന് PSCക്ക് ചോദിച്ചതാണ്. അതിൽ പിന്നെ പ്രധാനപ്പെട്ട ഒന്നുകൂടെ പറയാം. പിന്നെ നിലാവ് എന്ന് പറഞ്ഞാൽ BM സുഹറ എഴുതിയിട്ടുള്ള നോവലാണ് നിലാവ് എന്നുള്ളത്, കഥകളാണ്. അത് പിന്നെ അത് അറബിയിലേക്ക് എത്തിച്ചത് സമർ സൂരിയാണ്. അത് അറബിയിലേക്ക് എത്തിച്ചത്, അത് കേട്ടത്തിന് ചോദിച്ചതാണ്. അതേപോലെ തന്നെ തലാഖ് എന്ന പേരിൽ BM സുഹറ എഴുതിയ നോവല് സമർ സൂരി അറബിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ കേട്ടത്തിന് ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോ ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തന്നെ നമ്മൾ നോക്കാം, MT വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള കാലം മലയാളത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നോവലാണ്. അത് സഹർ തൗഫീഖാണ് അറബിയിലേക്ക് എത്തിച്ചത്. അത് 2017 നടന്ന ഒരു വർക്കാണ്. റീസെന്റായി നടന്ന വർക്കുകളൊക്കെ നന്നായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതില് പിന്നെ ഞാൻ പറഞ്ഞതാണ് എല്ലാം. നമ്മൾ സുഹൈൽ വാഫിയുടെ 2 വർക്ക് പറഞ്ഞിരുന്നല്ലേ, ബാല്യകാല സഖിയും ആടുജീവിതവും. അതേപോലെ തന്നെ ഇരുട്ട് എന്ന BM സുഹറയുടെ നോവൽ ഇരുട്ട് അത്യാവശ്യം ഫേമസ് ആയതാണ്. 2020-21 സമയത്താണ് അതിന്റെ വർക്ക് നടക്കുന്നത്. അത് സുഹൈൽ വാഫി തന്നെ ചെയ്തതാണ്. തഹ്ത അസ്സമാഇൽ മുദലിമ എന്ന പേരിലാണ് ആ ഒരു വർക്ക് സുഹൈൽ വാഫി ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറച്ചധികം ട്രാൻസ്ലേഷൻ വർക്കുകൾ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ അത്യാവശ്യം എണ്ണം പുസ്തകങ്ങളുണ്ട്. പിന്നെ അതാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ കുറച്ചും കൂടെ 3-4 വർക്കും കൂടെ കാണിച്ചു തന്നു. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നാലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇൻഡോ അറബിൽ ബാക്കി വെച്ച ഏരിയകളാണ് പിന്നെ ഈ 3 ഏരിയകള്. ഇതും കൂടെ നമ്മൾ പിന്നെ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഇൻഡോ അറബ് പൂർത്തിയാക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് എല്ലാവരും ഇനി ഞാൻ പറയുന്നതാണ് കുറച്ചും കൂടെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്നുമല്ല, ഇൻഡോ അറബില് എന്താണ്, ഇൻഡോ അറബില് ഈ പുതിയ 2020 ശേഷം ഈ പുതിയ സീസണിൽ ഇൻഡോ അറബിൽ നിന്ന് എന്തൊക്കെ പോയിന്റുകളാണ് ചോദിച്ചത് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നോക്കാം നമുക്ക്.
അതില് ഹൈസ്കൂൾ PSC യും LP യും UP യും മൂന്നിനും ഒരേ സിലബസ് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഹൈസ്കൂളിന്റെ ചോദ്യങ്ങളടക്കം നമ്മൾ നോക്കണം. 2021 സർക്കിൾ ഉണ്ട്, 2023 സർക്കിൾ ഉണ്ട്, 2024 സർക്കിൾ. 3 ഘട്ടങ്ങളായിട്ടാണ് കേരളത്തില് അറബിക് PSCകൾ ഒരുപാട് നടന്നത്. ഈ 3 ഘട്ടങ്ങളിലും പിന്നെ 2023, 24 ഈ 2 വർഷമാണ് സിലബസ് കൃത്യമായി ഫോളോ ചെയ്തത്. 2021 കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ഘട്ടങ്ങളിലും PSC എന്താണ് ഇൻഡോ അറബിൽ നിന്ന് ചോദിച്ചത് എന്ന് നിങ്ങൾ പഠിക്കുന്നത്, ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്നില്ല, നേരെ മറിച്ച് ചോദിച്ച പോയിന്റുകളാണ് കാണിച്ചത്. ഇത് ഇന്ന് ഇവിടെ പറയാൻ കാരണം എന്താണ് ഈ 3 വർഷം, ഈ 4 വർഷം PSC ചോദിച്ചത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി 2025 സർക്കിളിൽ എങ്ങനെയാണ് PSC ചോദിക്കുക, എന്താണ് ചോദിക്കുക എന്ന് നമുക്ക് തന്നെ ഒരു ഇൽഹാം കിട്ടും, നമുക്ക് തന്നെ പറയാൻ പറ്റും. പിന്നെ പ്രത്യേകം പറയാം, ഇപ്പോഴത്തെ ഇൻഡോ അറബ് ചോദ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു 12 ചോദ്യം ചോദിച്ചാൽ ഒരു 10 ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പോപ്പുലറായ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ എപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു A+ ക്വസ്റ്റ്യൻ ആയിട്ട് 1-2 ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനും കൂടെ നമ്മൾ തയ്യാറെടുക്കണം. പ്രത്യേകിച്ചും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവും, എല്ലാതും പിന്നെ ഉത്തരം പറയുകയില്ല. ചിലത് ഞാൻ ചാറ്റ് ബോക്സിൽ നിങ്ങളോട് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ പിന്നെ ഓപ്ഷൻസ് ഇല്ല, നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പൊ ഇത്രയും കാലഘട്ടം വന്ന ചോദ്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. HSA 2023 നടന്നപ്പോൾ ചോദിച്ചതാണ്. ഹസാനുൽ ഹിന്ദ് ആരാണെന്ന് ചോദിച്ചിരുന്നു. ഗുലാം അലി ആസദ് ബൽഹറാമിയാണ്, സിമ്പിൾ ആണ്. അൽ ഫൗസുൽ കബീർ എഴുതിയത് ആരാണ്? ഷാഹു വലിയുള്ള ദഹ്ലവിയാണ്. സ്വല്ലൽ ഇലാഹു അല ബിനി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി ഖാന അദീമ. ആ വരി എഴുതിയത് ആരാണ് എന്നൊരു ചോദ്യം, ആ വരിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാനത് ചോദിക്കണം എന്ന് വിചാരിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളൊക്കെ ചാടിക്കേറി അത് പിന്നെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇതിൽ ആരാണ് ആദ്യം പറഞ്ഞത് എന്നുള്ളത് തന്നെ നോക്കാൻ പറ്റുന്നില്ല, അത്രത്തോനെ വന്നിട്ടുണ്ട്. റംസിയ നസീർ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആദ്യം വന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, ബാറക്കല്ലാ, വെരി ഗുഡ്. കുറെ പേര്, റമീസ, പിന്നെ ഫാത്തിമ ഫർസാന, കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പ്രത്യേകം പറയാം, നിങ്ങള് പിന്നെ ഞാൻ ഇതില് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രമേ നിങ്ങൾ ടൈപ്പ് ചെയ്യാവൂ. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നോക്കി പോകാനുള്ളതാണ്. തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിബാദി അബ്ദത്തി സ്വൽബാൻ, ഇത് ആരാണ് എന്നുള്ളത്, ഇത് ആരുടേതാണെന്ന് ചോദിച്ചിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെതാണ്. ചെമ്മീൻ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ചെമ്മീൻ അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മുഹ്യുദ്ദീൻ അലുവായിയാണ്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് ആരുടെ കൃതിയാണ് എന്നത് ചോദിച്ചിരുന്നു. പിന്നെ മുസ്ലിമൂന ഫിൽ ഹിന്ദ് അബുൽ ഹസൻ നദ്വിയുടേതാണ്. മൗദൂ ഫൈദുൽ ബാരി നിങ്ങൾ പിന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്ത് സമയം കളയരുത്, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. ഓക്കെ, ഞാൻ പറയുന്നതിന് മാത്രം നിങ്ങൾ ചാറ്റിൽ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ഇപ്പോഴും ചാറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ അതിൽ കൊടുക്കാവൂ. അപ്പൊ ആ അനുസരണ എന്നുള്ളത് കൂടെ നമ്മൾ ശീലമാക്കണമല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ടൈമില്ല. ഫൈദുൽ ബാരി എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ വിഷയം എന്താണ്, അതിന്റെ വിഷയം എന്നുള്ളത് ചോദിച്ചിരുന്നു. അതിന്റെ വിഷയം നമുക്കറിയാം, സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണമാണ്. അതേപോലെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു വരി കൊടുത്തിട്ട് ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തത്, അങ്ങനെയുള്ള A+ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണ് എന്നുള്ളത് ചോദിച്ചിരുന്നു. ശരീഅത്ത്, അസ്റാറു ശരീഅയാണ് അതിന്റെ വിഷയം. നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചിരുന്നു. തറാജിമു ഉലമാ ഉൽ ഹിന്ദ്, ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ ജീവചരിത്രമാണ് പറയുന്നത്. അപ്പൊ ഞാന് പിന്നെ മുമ്പ് പിന്നെ ഈ പുസ്തകം പഠിപ്പിച്ചപ്പോ, അബ്ദുൽ ഹയ്യുൽ ഹസനിയെ പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ ചോദിക്കാൻ മറന്നാൽ പോലും നുസ്ഹത്തുൽ ഖവാത്തിർ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്ക്, നിങ്ങൾ LP 2021 കണ്ടല്ലോ, നുസ്ഹത്തുൽ ഖവാത്തിർ ഇവിടെയുണ്ട്. ഒട്ടുമിക്ക
ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇടം പിടിക്കുന്ന ഒരു പുസ്തകമാണ് നുസ്ഖത്തുൽ ഖവാത്തിർ. അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറാത്തിഹാ ഫീ ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ ആരുടേതാണെന്ന് ചോദിച്ചിരുന്നു. മുഹ്യിദ്ദീൻ ആലുവായി ആണ്. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ഞാൻ ഓർക്കുന്നില്ല, അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചത്. എന്നാലും ഇൻഡോ അറബുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 2021 LPയിൽ ചോദിച്ച ചോദ്യമാണ്. സ്വാഹിബ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീനുമുണ്ട്, ഫത്ഹുൽ മുഈനുമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും അത് മാറിപ്പോവും, അത് എപ്പോഴും വരാറുണ്ട് എന്നുള്ളത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ആരാണെന്ന് നമുക്കറിയാം. അത് ആർക്ക് സമ്മാനമായിട്ടാണ് നൽകിയത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അലി ആദിൽ ഷാ എന്ന സുൽത്താന് സമ്മാനമായിട്ടാണ് കൊടുത്തത്. ലാ ജിബായത്തല്ലി അറുതില്ല, അള്ളാന്റെ ഭൂമിക്ക് ഇവിടെ ഞങ്ങൾ നികുതി നൽകില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചിരുന്നു. ഉമർ ഖാലിയാണ് അത് ചോദിച്ചത്. സ്വാഹിബു മാദാ ഖസിറൽ ആലം ബി ഇൻഹിതാത്തിൽ മുസ്ലിമീൻ. മാദാ ഖസിറൽ ആലം എന്ന പുസ്തകം അത് എഴുതിയത് ആരാണെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം അബുൽ ഹസൻ നദ്വിയാണ്. നുസ്ഖത്തുൽ ഖവാത്തിർ എഴുതിയത് ആരാണെന്ന് ചോദിച്ചിരുന്നു. റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, അദ്ദേഹം ഏത് സ്ഥാപനത്തിൽ കൊടുത്ത ക്ലാസ് ആണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇനി UP 2021 ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. UP 2021 ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ 3 പുസ്തകങ്ങളും പിന്നെ അബ്ജദുൽ ഉലൂം എന്ന ഗ്രന്ഥവും 4 പുസ്തകങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ പുസ്തകത്തിൽ ഉൾപ്പെടാത്തത് എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അബ്ജദുൽ ഉലൂമാണ്. അബ്ജദുൽ ഉലൂം നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ആണ് അത് എഴുതിയത്. പിന്നെ തർത്തീബുൽ വഫാത്ത് കുറെ ഇൻഡോ അറബിലെ സാഹിത്യകാരന്മാരെ കൊടുത്തിട്ട് ഇവര് മരിച്ച ഓർഡറിൽ ആദ്യം മരണപ്പെട്ടത് ആരാണ്, പിന്നെ മരണപ്പെട്ടത് ആരാണ് എന്ന ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ആ വർഷം ആളുകളെ കുടുക്കിയ ഒരു ചോദ്യമാണ് അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ എന്ന പുസ്തകം ആരുടേതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു. അതാണ് ഞാൻ ഈ ഒരു പുസ്തകത്തെ പറ്റി ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു പുസ്തകമല്ല. അഖീദത്തുൽ ഇസ്ലാം എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ ബാക്കി ഫി ഹയാത്തി ഈസ എന്ന് റെക്കമെൻഡേഷൻ ആയിട്ട് അതിൻ്റെ ഇതായിട്ട് വരില്ല. ഞാൻ അടിച്ചു നോക്കിയത്, അത്ര പോപ്പുലർ ആയ പുസ്തകമല്ല ഇത്. എന്നാലും PSCക്ക് 2021 ചോദിച്ചു, പിന്നീടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് പിന്നെ പഠിച്ചു വെക്കുക. അൻവർ ഷാ കശ്മീരിയാണ് അതിന്റെ ഉത്തരമായിട്ട് അന്ന് വന്നത്. മുഅല്ലഫാത്തു അബ്ദുൽ ഹയ്യുൽ ഹസനി. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ പിന്നെ മുഅല്ലഫാത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, അബ്ദുൽ ഹയ്യുൽ ഹസനി ആണ് അതിൽ ഇൻഡോ അറബിലെ ഏറ്റവും വലിയ ആള് എന്നുള്ളത്. പിന്നെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം. മുൻപത്തെ അതേ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നു. എന്താ ചോദിച്ചത്? റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം എന്നുള്ളത് അബുൽ ഹസൻ നദ്വി ഏത് സ്ഥാപനത്തിൽ, ഏത് ജാമിയത്തിൽ നൽകിയ ക്ലാസ്സുകളാണ്, മുഹാദറാത്തുകളാണ് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അത് ജാമിയത്തു ദിമഷ്ക്, ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലെക്ചറർ ക്ലാസ്സുകളാണ്. അതാണ് അന്ന് ഉത്തരമായിട്ട് വന്നത്. ഇനി HSA 2021 നോക്കാം. നുസ്ഖത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥം, പിന്നെ അത് എന്തിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. നുസ്ഖത്തുൽ ഖവാത്തിർ വബഹിജത്തുൽ മസാമി വന്നവാദിർ എന്നതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ആ പേരും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഓപ്ഷൻസ് എപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടാണ് ഉണ്ടാവുള്ളൂ. ഇനി ബൈനൽ ഖസുറൈൻ, BM സുഹറയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ വർക്ക് നടത്തിയത്. അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഫത്ഹുൽ മുബീൻ, ഫത്ഹുൽ മുബീൻ എന്താണ്? അതൊരു കവിതയാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വന്നത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആർക്കെതിരിൽ എഴുതിയ ഗ്രന്ഥമാണ്? ബുർത്തുഗാലിയീൻ പോർച്ചുഗീസുകാർക്കെതിരെ എഴുതിയ ഗ്രന്ഥമാണ്. ആ ചോദ്യം ഉണ്ടായിരുന്നു. സബഹത്തുൽ മർജാൻ എന്ന ഗ്രന്ഥത്തിന്റെ പിന്നെ വിഷയം, അതിന്റെ വിഷയം മൗദു എന്താണെന്ന് ചോദിച്ചിരുന്നു. താരീഖാണ് അതിന്റെ വിഷയം. ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ മുഴുവൻ പേരുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അഹ്മദ് ബിൻ അബ്ദുറഹീം എന്ന മുഴുവൻ പേര്. ലംആത്തു തൻഖീഹ് എഴുതിയത് ആരാണ് എന്നൊരു ചോദ്യം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, റെയർ ആയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അബ്ദുൽ ഹഖ് ദഹ്ലവിയാണ് ലംആത്തു തൻഖീഹ് എഴുതിയത്. അതും അത്ര തന്നെ ഫേമസ് ആയ ഗ്രന്ഥമല്ല, പക്ഷെ പിന്നെ ചോദ്യം ഉണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് നമുക്ക് HSA 2024 LP 2024 നടന്ന പരീക്ഷയാണ്. HSA 2024
ചോദിച്ചിരുന്നു. കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഇൻഡോ അറബിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഇനിയും ഇൻഡോ അറബിന് നല്ല പ്രാധാന്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സബഹത്തുൽ മർജാൻ പുസ്തകത്തിന്റെ വിഷയം എന്താണ് എന്ന് ചോദിച്ചിരുന്നു. സൗണ്ട് ഓഡിബിൾ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. സബഹത്തുൽ മർജാന്റെ വിഷയം ഹൗലൽ ഹിന്ദ് വമാ ഫീഹ, അതാണ് അതിന്റെ വിഷയം. ഹൗലൽ ഹിന്ദ് വമാ ഫീഹ. മഖ്ദൂം സ്വഗീറിന്റെ മുഅല്ലഫാത്തുകൾ കൊടുത്തിട്ട് അതിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചിരുന്നു. മഖ്ദൂം സ്വഗീറിന് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഉണ്ട്, പിന്നെ ഖുറത്തുൽ ഐനൈൻ ഉണ്ട്. ഖുറത്തുൽ ഐനൈന്റെ വിശദീകരണമായിട്ട് ഫത്ഹുൽ മുഈൻ ഒക്കെ ഉണ്ട്. ഫത്ഹുൽ മുഈനും തുഹ്ഫത്തുൽ മുജാഹിദീനും മാറ്റി വെച്ചിട്ട് ഇർഷാദുൽ ഇബാദും ഖുറത്തുൽ ഐനും ഇത് രണ്ടുമാണെന്ന് ഓപ്ഷനിൽ വന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മഖ്ദൂം സ്വഗീറിന്റെ എല്ലാ പുസ്തകങ്ങളും പഠിച്ചു വെച്ചോ, അന്ന് ചോദിച്ചത് കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇനി ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ ഒരു പുസ്തകമുണ്ട്, ഇസാലത്തുൽ ഖിഫ എന്ന പുസ്തകം. ഇതിൽ എന്താണ് പറയുന്നത് എന്ന ഒരു കറക്കണ ചോദ്യം അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ആൻസർ, എനിക്കൊക്കെ ശരിയായിരുന്നു ആൻസർ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില നേരത്തൊക്കെ പ്രത്യേകിച്ച് HSA ലെവലിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാണാതെ പഠിച്ചു പോയ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റുകൾ, ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റുകൾ, നമ്മൾ ബൈഹേർട്ട് പഠിച്ചു പോയ പോയിന്റുകൾ ഉണ്ടാവും. ഈ പോയിന്റുകൾ അതേപോലെ ചോദിച്ചോളണമെന്നില്ല. എന്നാൽ ഈ പുസ്തകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ആളെ കുറിച്ച് നമുക്കൊരു മൊത്തത്തിലുള്ള ധാരണ ഉണ്ടാവണം. എന്നാൽ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. പിന്നെ ഇസ്ലാമിലെ ഭരണാധികാരികളൊക്കെ സ്വീകരിക്കേണ്ട നിലപാടും ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച്, സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ചൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. അപ്പൊ നിലാമു സിയാസിയാണ് അന്ന് ഉത്തരം വന്നത്, നിലാമുൽ ഇജ്തിമാഇ വ സിയാസി. അപ്പൊ ആ പുസ്തകത്തെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അൽ അദബുൽ ഹിന്ദി അൽ മുആസിർ ആലുവായി എഴുതിയതാണ്. മഖാസിദുൻ നിക്കാഹ് അത് ഉമർ ഖാദിയുടേതാണ്. അത് ഖാദി മുഹമ്മദിനും ഉണ്ട്, ഉമർ ഖാദിക്കും ഉണ്ട്. അന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഉമർ ഖാദിയാണ്. അബുൽ ഹസൻ നദ്വിയുടെ പിന്നെ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ആ രൂപത്തിലാണ് HSA 2024 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഏറ്റവും അവസാനം നടന്ന LP 2024. LP 2024 ചോദിച്ച ചോദ്യങ്ങൾ കൂടെ നോക്കാം. നുസ്ഹത്തുൽ ഖവാത്തിറിനെ പറ്റി ചോദിച്ചിരുന്നു. നുസ്ഹത്തുൽ ഖവാത്തിർ ആണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ്, മറന്നു പോകരുത്. ഇനിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പിന്നെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. സൊല്ലൽ ഇലാഹ് ആരാണ് എഴുതിയത് എന്ന് ഉമർ ഖാദിയാണ്. റിജാലുൽ ഫിക്ർ എനിക്ക് തോന്നുന്ന ഒരു 3ാമത്തെ വട്ടാണ്. റിജാലുൽ ഫിക്റിലേറെ ഫേമസ് ആയ ഗ്രന്ഥം അബുൽ ഹസൻ നദ്വി എഴുതിയിട്ടുണ്ട്. അത് ചോദിക്കുന്നേക്കാൾ കൂടുതൽ റിജാലുൽ ഫിക്ർ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ 3-4 വട്ടം വന്നത് ഇനിയും വരും എന്നൊരു ഓർമ്മ നമുക്ക് വേണം. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, നമ്മൾ അബ്ദുൽ ഹയ്യുൽ ഹസനിയെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു പുസ്തകം വരുന്നത്. അതും ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഷമ്മീൻ ചോദിച്ചിരുന്നു. തഹ്രീലു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബ്ദത്തുസ് സുൽബാൻ, ഇത് ആർക്കെതിരെ എഴുതിയ പുസ്തകമാണ് എന്നൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആർക്കെതിരെയാണ്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ നോക്കട്ടെ, ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. ഓക്കെ, പോർച്ചുഗലിനെതിരെയാണ് എഴുതിയത്. നമ്മുടെ പ്രിയപ്പെട്ട CR7 പോർച്ചുഗല്, ആ പോർച്ചുഗലല്ല, അത് ഇന്നത്തെ പോർച്ചുഗലാണ്. അന്നത്തെ അധിനിവേശ ശക്തികളായ പോർച്ചുഗലിനെതിരെയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒക്കെ വെരി ഗുഡ്. പുർത്തുഗാലിയാണ് അതിന്റെ ആൻസർ. ഹസാനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചിരുന്നു. നമുക്കറിയാം. തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് ഞാൻ പറഞ്ഞത്? തഅലീഖാത്ത് അലാ ഫത്ഹുൽ ഖദീർ. ഒന്ന് ചാറ്റിൽ പറഞ്ഞ് ആരാണ് അത് എഴുതിയത് എന്നുള്ളത്. ഓക്കെ, പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. അൻവർ ഷാ കശ്മീരിയാണ് അതിന്റെ ഉത്തരം. അപ്പൊ അത് നമ്മളെ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. സിറാജുൽ ഖുലൂബ് എന്നൊരു ഗ്രന്ഥം, സിറാജുൽ ഖുലൂബ് മഖ്ദൂം കബീറിൻ്റെതാണ്. മഖ്ദൂം കബീറിന് വേറെ ഗ്രന്ഥമുണ്ട്, എന്നാലും ചോദ്യം വന്നത് സിറാജുൽ ഖുലൂബിനെ പറ്റിയാണ്. ഇപ്പൊ തഹ്രീദു അഹ്ലുൽ ഈമാൻ
അത് പിന്നെ മഖ്ദൂം കബീറിന്റെ വന്നു. അതേ വർഷം അതേ ചോദ്യ പേപ്പറിൽ വീണ്ടും സിറാജുൽ ഖുലൂബ് ചോദിച്ചു. സിറാജുൽ ഖുലൂബിന്റെ വിഷയം എന്താണെന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കണം, ചോദ്യങ്ങൾ പോകുന്നൊരു പോക്ക്. സിറാജുൽ ഖുലൂബിന്റെ വിഷയം തസവുഫാണ്. ഇത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ ഒരു ക്ലാസ്സില്. അപ്പൊ അതൊക്കെ പ്രത്യേകം പഠിക്കുക. കുറച്ചേ ഉള്ളൂ ഈ ഇൻഡോ അറബ് എന്ന് പറഞ്ഞാൽ, കണ്ടന്റ് കുറച്ചേ ഉള്ളൂ, പക്ഷെ അത്രത്തോളം പഠിക്കാനുണ്ട്. ഇനി ഇവിടെ നോക്ക് നിങ്ങള്, മൗലൂ, കൂടുതൽ മൗലൂ ചോദിച്ച പല റയർ പുസ്തകങ്ങളാണിത്. കുറെ പുസ്തകങ്ങൾ നമുക്ക് അറിയാം. ഫൈലുൽ ബാരിയുടെ മൗലൂ എന്താണ്, വിഷയം എന്താണെന്ന് ചോദിച്ചിരുന്നു. പിന്നെ അത് ഹദീസുകളാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്. ഫത്ഹുൽ മുബീൻ, ഞാനൊന്ന് ക്രോഡീകരിച്ച് പറയാണ്, എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറയാണ്. ഫത്ഹുൽ മുബീന്റെ വിഷയം എന്ന്. ഫത്ഹുൽ മുഈൻ ആണെങ്കിൽ ഫിഖ് ആണ്. ഫത്ഹുൽ മുബീൻ ഒരു കവിതയാണ്, അദബുൽ മുഖാവമയാണ്, പ്രതിരോധ സാഹിത്യമാണ്. ആ കവിത ആർക്കെതിരെ എഴുതിയതാണ്? പുർത്തുഗാലികൾക്കെതിരെ എഴുതിയതാണ്. അതിൽ പറഞ്ഞ കണ്ടന്റ് എന്താണ്? ഫത്ഹു ഖലഅത്തു ചാലിയം, ചാലിയം കോട്ടയുടെ വിജയമാണ് അതിൽ പറഞ്ഞത്. ആ രൂപത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. സബഹത്തുൽ മർജാന്റെ വിഷയം താരിഖാണെന്ന് പറയാം. ഹൗലൽ ഹിന്ദ് വമാഫിഹ, ഇന്ത്യയിലുള്ളതിനെ കുറിച്ചാണ്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥം, അത് ആലുവയുടേതാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതില് പിന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികളും പിന്നെ കേരളവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഇവിടെ അറബികൾ വന്നിട്ടുണ്ട്, അവരുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ദഅവത്തുൽ ഇസ്ലാമിയ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, അത് പിന്നെ നമ്മളുടെ അബുൽ ഹസൻ നദവിയുടെ ആ ക്ലാസ്സുകളാണ്. ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എടുത്ത ക്ലാസ്സുകളാണ് ആ രൂപത്തിൽ പുസ്തകമാക്കിയത്. അത് ചോദ്യമുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ, ആർക്ക് സമ്മാനം കൊടുത്തതാണ്, പിന്നെ ആർക്കെതിരെ എഴുതിയതാണ് എന്ന രൂപത്തിൽ ചോദ്യമുണ്ട്. ഇസാലത്തുൽ ഖിലാഫത്തുൽ ഖുലഫാ, ഖിലാഫത്തുൽ ഖുലഫാ കേട്ടോ, ശ്രദ്ധിക്കണം, നാവിന് മാറിപ്പോവും. എങ്ങനെയാണ് ഖുലഫാക്കൾ, എങ്ങനെയാണ് ഭരണാധികാരികള് അവരുടെ ഖിലാഫത്ത് നടത്തേണ്ടത്, എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്, ഇസ്ലാമിൽ എങ്ങനെയാണ് ഒരു പിന്നെ രാഷ്ട്രീയ വ്യവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ ഭയങ്കര ഫേമസ് ആയ പുസ്തകമല്ല, എന്നാലും ഈ പുസ്തകത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹുജ്ജത്തുല്ലാഹുൽ ബാലിയ, അതിനെപ്പറ്റി നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ സിറാജുൽ ഖുലൂബ് ചോദിച്ചിരുന്നു, സിറാജുൽ ഖുലൂബിന്റെ വിഷയം എന്താണ്, തസവുഫാണ്. ഈ രൂപത്തില് പിന്നെ പുസ്തകങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള പഠനവും നമ്മൾ നടത്തണം. അപ്പൊ ഞാൻ ഇന്ന് PYQ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തിനാണ്? ഈ PYQ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ PYQ നിങ്ങൾ കാണാതെ പഠിച്ചു പോകണ്ട. കാരണം ഈ PYQൽ അടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിപ്പിച്ച് നമ്മളുടെ കണ്ടന്റിലുണ്ട്. PYQ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ഒരാളുടെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഒരാളുടെ ജീവചരിത്രം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അയാളുടെ മുഅല്ലഫാത്തിൽ നിന്നാണ് ചോദ്യം ഉണ്ടാവുക. ആ മുഅല്ലഫാത്തിന്റെ പേര് മാത്രം പഠിച്ചാൽ മതിയോ, അതിന്റെ മൗദൂ പഠിക്കണോ? ആ രൂപത്തിലുള്ള ഒരു ഹിക്മത്ത് നമ്മൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പഠിച്ചോൻ ഓരോരുത്തർക്കും ഓരോ ഇൽഹാം കൊടുക്കും. അപ്പൊ അതേപോലെ ഇതൊക്കെ അനലൈസ് ചെയ്താൽ, മുൻപുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്താൽ നമ്മൾക്കൊരു വെളിപാടുണ്ടാവും അടുത്തത് എന്താണ് ചോദിക്കുക എന്നുള്ളത്. ഒന്നും പഠിക്കാത്ത ആൾക്ക് അങ്ങനെ ഒരു വെളിപാട് ഉണ്ടാവില്ല. ഞാൻ അൽ മുർഷിദിൽ നടന്നൊരു ഞങ്ങളുടെ ഒരു പിന്നെ പ്രവർത്തനത്തെ പറ്റി കൂടെ പറയാം. റസീല ടീച്ചർ പിന്നെ നയിച്ചിരുന്ന ആ തുടക്ക സമയത്ത് ഇൻഡോ അറബ് ഞാനാണ് അതിൽ ഏറ്റെടുത്തിരുന്നത്. ഇൻഡോ അറബ് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയാം. 2021 PSCക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്. അന്ന് പിന്നെ ഉമർ ഖാദിയുടെ ഒരു നോട്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഒരു 5 പോയിന്റ് മാത്രമേ അന്ന് പഠിപ്പിച്ചുള്ളൂ, 5 പോയിന്റ് മാത്രം. പക്ഷേ ആ 5 പോയിന്റിൽ ഒരു പോയിന്റ് ആയിരുന്നു, ഇന്നും യൂട്യൂബ് ചാനൽ ഉണ്ട്, ലാ ജിബായത്തൻ ലി അർളില്ല, അള്ളാന്റെ ഭൂമിക്ക് നിങ്ങൾ നികുതി കൊടുക്കേണ്ട. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാനത് നോട്ടിൽ ഉൾപ്പെടുത്തിയെന്നുള്ളത്. അങ്ങനെ ഒരു ഇൽഹാം ഉണ്ടായി എന്നുള്ളതാണ്. അത് നോട്ടിൽ നമ്മൾ പറഞ്ഞു, ലാ ജിബായത്തൻ ലി അർളില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് വെറുതെ പറഞ്ഞു. പക്ഷേ 2021 PSCക്ക് അത് ചോദിച്ചു. മുൻപ് PSCക്ക് അത് ചോദിച്ചിട്ടില്ല. എന്നാലും 2020 എക്സാം ഹാളിൽ നിന്ന് ആ ചോദ്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ കൂട്ടത്തിൽ പറയാം, പലരും ഉണ്ടാക്കിയ നെറ്റിന്റെ നോട്ടിൽ പോലും ഉമർ ഖാദിയുടെ ഈ ഒരു പോയിന്റ് ഇല്ലായിരുന്നു, ലാ ജിബായത്തൻ ലി അർളില്ല എന്നുള്ള
പോയിന്റ് ഇല്ലായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ 5 പോയിന്റ് ഉമർ ഖാദിയെ പഠിപ്പിച്ചതിൽ അതിൽ ഈ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് മുൻപ് നടന്ന ഓരോ ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഉമർ ഖാദിന്റെ ഒരു വരി ഉണ്ടായിരുന്നു, വലോ അൽഫാമിൻ മുങ്ങിക്കാക്കച്ചി ഫി ലബനി കമാ മിസ്ല വെള്ളക്കൊക്ക് ആകൂല ഫി സമനി. ഞാനത് നോട്ടിൽ പറഞ്ഞിരുന്നു. ഒരു കേട്ടറ്റിന് അത് ചോദിക്കുകയും ചെയ്തു. ചില വരികൾ കാണുമ്പോൾ ഇത് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊരാൾക്ക് തോന്നണമെങ്കിൽ മുൻ കാലഘട്ടത്തിൽ നടന്ന മുഴുവൻ ചോദ്യ പേപ്പറും അയാൾ അനലൈസ് ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇന്ന് പറഞ്ഞ PYQ ഇത് 2ാമത്തെ റൗണ്ട് PYQ എന്ന് പറഞ്ഞാൽ 2020 ശേഷം നടന്ന പരീക്ഷകളാണ് ഇപ്പൊ PSC നോക്കുന്നത്. ഇപ്പൊ 2021 സർക്കിൾ ഉണ്ട്, 2023, 2024 ഈ 3 വർഷങ്ങളിൽ നടന്ന എല്ലാ ചോദ്യപേപ്പറും 10-11 ചോദ്യപേപ്പർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ആ രൂപത്തിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. 2 സാധനം മുൻപിൽ വെക്കണം. ഒന്ന് സിലബസ് ആണ്, രണ്ടാമത്തത് PYQ ആണ്. എന്ത് പഠിക്കുമ്പോഴും നമ്മളിപ്പോ ഇംറുൽ ഖൈസിനെ പഠിക്കുകയാണെങ്കിൽ സിലബസിൽ അതുണ്ടോ? ഉണ്ട്. PYQയിൽ നിന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്താണ് ചോദിച്ചത്? ഇത് രണ്ടും അനലൈസ് ചെയ്യണം. ഏത് ടോപ്പിക് എടുത്താലും ഇത് രണ്ടും അനലൈസ് ചെയ്യണം. സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പിന്നെ ജാഹിലിയ കാലഘട്ടത്തെ നസർ അത് സിലബസിൽ ഇല്ല. നിങ്ങളൊന്ന് മറച്ചു നോക്കുക. അതില് പിന്നെ ജാഹിലിയ കാലഘട്ടത്തിലെ നസറിലെ ആളുകളുടെ കൊസുബിന് സായുധ ലിയാദി ഒന്നും പ്രത്യേകം പറയുന്നില്ല. PYQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് സിലബസിൽ വിട്ട കാര്യങ്ങൾ PYQയിലുണ്ട്. എങ്ങനെ ചോദിക്കുമെന്ന് PYQ പറഞ്ഞു തരും. ഏതാണ് ഇമ്പോർട്ടന്റ് ആയ ഏരിയ PYQ പറഞ്ഞു തരും. ആ PYQയും ആ സിലബസും രണ്ടും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. വെറുതെ ഒരു പ്ലാനും ഇല്ലാതെ സിലബസ് ഒരു തലക്കെന്ന് മറ്റേ തല വരെ പിന്നെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും PSCക്ക് ഇല്ല എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കുക. ഇനി ഒരു ചെറിയ ഒരു ഭാഗം കൂടെ, റയർ ആയിട്ട് വന്ന പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, ഒന്നും കൂടെ പിന്നെ ആവർത്തിക്കുകയാണ്. റയർ ആയിട്ട് വന്ന ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഇമ്പോർട്ടന്റ് അല്ല. തുഹ്ഫത്തുൽ മുജാഹിദീനും പിന്നെ തഹരീർ അഹ്ലുൽ ഈമാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാ. ഫതഹുൽ മുഈനും ഫതഹുൽ മുബീനൊക്കെ അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന പുസ്തകങ്ങളാണ്. പക്ഷെ ഈ പുസ്തകങ്ങൾ അത്ര തന്നെ പിന്നെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ അതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ ലംആത്തു തൻഖീഹ്. അഖീദത്തുൽ ഇസ്ലാം ആരുടേതാണ്? അൻവർ ഷാ കശ്മീരിയാണ്. ലംആത്തു തൻഖീഹ് അബ്ദുൽ ഹഖ് ദഹ്ലവിയുടേതാണ്. ബൈനൽ ഖസ്റൈൻ അതൊരിക്കൽ പിന്നെ വന്നൊരു ചോദ്യമാണ്. ബൈനൽ ഖസ്റൈൻ എന്നുള്ള അറബിക് നോവൽ BM സുഹറം പിന്നെ മലയാളത്തിലേക്ക് എത്തിച്ചു. ഇർഷാദുൽ ഇബാദ് അത് മഖ്ദൂം സ്വഗീറാണ്. കിഫായത്തുൽ ഫറായിൽ മഖ്ദൂം കബീറാണ്. തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ അൻവർ ഷാ കശ്മീരിയ. സിറാജുൽ ഖുലൂബ് അത് മഖ്ദൂം കബീറാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ അൻവർ ഷാ കശ്മീരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അഖീദത്തുൽ ഇസ്ലാം, തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പരീക്ഷാ ഹാളില് സാധാരണ ഒരു പ്രിപ്പറേഷൻ നടത്തിപ്പോയ ഒരാള് അൻവർ ഷാ കശ്മീരിയിൽ നിന്ന് മുഷ്കിലാത്തുൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ആ ഫൈദുൽ ബാരി ആ ഫൈദുൽ ബാരിയും കൂടെ നോക്കിയിട്ടുണ്ടാവും. അൻവർ ഷാ കശ്മീരിയെ സാധാരണ പോലെ പഠിച്ച ഒരാൾക്ക് അഖീദത്തുൽ ഇസ്ലാം കണ്ണിൽ പിടിക്കൂല. സത്യം പറഞ്ഞാൽ എനിക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ അത് നമ്മളെ കണ്ണിൽ പിടിക്കൂല. കാരണം അത് പോപ്പുലറായ ഗ്രന്ഥമല്ല. നേരെ മറിച്ച് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഇനി പോകുന്ന നിങ്ങൾക്ക് അറിയാം, അഖീദത്തുൽ ഇസ്ലാം കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ 2021 ചോദിച്ചതാണ്. അപ്പൊ ഈ റയർ പുസ്തകങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം എന്ന ബോധത്തോടുകൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കണം. വെറുതെ പഠിക്കരുത്. നല്ല പ്ലാനിങ്ങോട് കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ ആ ഒരു മണിക്കൂറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയണമെന്ന് വിചാരിച്ചത്. പിന്നെ കുറെ ചോദ്യങ്ങള്, കുറെ PYQs പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചും കൂടെ പണ്ട് കാലഘട്ടത്തിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ജസ്റ്റ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ജസ്റ്റ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചാറ്റിൽ ചെയ്യാം കേട്ടോ. അതിന്റെ ആൻസർ ഒരു പ്രാക്ടീസ് എന്ന നിലക്ക് പണ്ട് കുറച്ച് മുമ്പ് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. നോക്കാം നമുക്ക്.
തർജുമാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥം തർജുമാനുൽ ഖുർആൻ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ തർജുമാനുൽ ഖുർആൻ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം അബുൽ കലാം ആസാദ് ആണല്ലേ. ഒരാൾ സി പറഞ്ഞിട്ടുണ്ട്. സി പറഞ്ഞ ആളെ കുറ്റം പറയാൻ പറ്റില്ല, മനുഷ്യ സഹജമാണ്. ഇത് APJ അബ്ദുൽ കലാം എന്നതിലേക്ക് നമ്മൾ പോകും. ആ രണ്ടാളുകളെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടേക്കാരം ആ രണ്ടാളുകളെ പലർക്കും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പഠിക്കുക. കാരണം ഇവര് ഓപ്ഷൻ ഇടുമ്പോൾ തന്നെ APJ അബ്ദുൽ കലാം കൊടുത്ത് ലാസ്റ്റ് ആണ് അബുൽ കലാം ആസാദ് നൽകിയത്. മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവർ ഈ ചോദ്യത്തിൽ ഒരു കബളിപ്പിക്കൽ ഉണ്ടാകും എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതിനെന്ത് വേണം? മുൻപ് നടന്ന ചോദ്യങ്ങൾ ഇതുപോലെ അനലൈസ് ചെയ്യണം, കീറി മുറിച്ച് പഠിക്കണം. ഇനി നമുക്ക് നോക്കാം അടുത്തൊരു ചോദ്യം. ഇതും കൂടെ ഒന്ന് ആൻസർ ചെയ്തേ. ഫത്ഹുൽ മുഈൻ എന്ന കിതാബിന്റെ വിഷയം എന്താണ് എന്നുള്ളതാണ്. അതിന്റെ വിഷയം ഫിഖ് ആണ്. നമുക്കറിയാം കുറെ ആളുകൾ റുബീന, അഷ്റഫ്, റിയാസ്, ആയിഷ കുറെ ആളുകൾ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി അൽ ബാസുൽ ഇസ്ലാമി എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, ബി ആണ്. അത് ഇമാറാത്തിൽ നിന്നാണ്, അത് ഹിന്ദിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2020 കേട്ടതിന് ചോദിച്ചതാണ്. കുറെ പണ്ടൊന്നും അല്ല, ഈ അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ പെട്ടതാണ് ഈ ഒരു ചോദ്യം. ഇതും ചോദിക്കാം. ജാമിഅത്തു അലിഗഡ് ഉണ്ടാക്കിയത് ആരാണ് എന്ന ചോദ്യം, അത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, തെറ്റിപ്പോവരുത്, പല ഓപ്ഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മജല്ലത്തുൽ മഷ്ഹൂറ അല്ലദീ തസ്ദുറുഹാ ഹുകൂമത്തുൽ ഹിന്ദ്, ഇന്ത്യൻ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഇതിലെ മജല്ല ഏതാണ്? സഖാഫത്തുൽ ഹിന്ദ് ആണ് അതിന്റെ ആൻസർ. ഇതൊക്കെ മുമ്പ് ചോദിച്ചതാട്ടോ. യഖ്തർ അൽ മുഅ്ജം അൽ മഷ്ഹൂർ, ഇതില് ഒരു മുഅ്ജം ഏതാണ്? ഇക്കൊടുത്തതിൽ ഒരു മുഅ്ജം ഏതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അത് പിന്നെ കുറെ ആളുകൾ ശരി ഉത്തരം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കണം, അപ്പൊ ഇങ്ങനൊക്കെ ചോദ്യം വരുമ്പോൾ മുഅ്ജം അൽ മഷ്ഹൂർ, പ്രധാനപ്പെട്ട മുഅ്ജം ഏതാണ്? ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ നോക്ക് നിങ്ങൾ. ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊന്നും ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഒന്ന് ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ചിലപ്പോൾ ഇൻഡോറബിൽ നിന്ന് ഇട്ട ചോദ്യമായിരിക്കാം എന്ന രൂപത്തില് താജുൽ ഉറൂസ് അറിയില്ലെങ്കിൽ പോലും പിന്നെ വേറെ വഴികളിലൂടെയെങ്കിലും ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണം. ഇത് നോക്ക് നിങ്ങൾ, കിതാബ് ഹൗല സീറത്തുൻ നബവിയ, ഇതില് സീറത്തുൻ നബവിയയുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? എല്ലാവരും ഡി ഉത്തരം എഴുതിയിട്ടുണ്ട്. റഹീഖുൽ മഖ്തൂം, സീറത്തുൻ നബവിയാണ് അതിന്റെ വിഷയം. മീസാനുൽ അഖായിദ് ആരുടെ ഗ്രന്ഥമാണ്? ഇതൊന്നും നിങ്ങൾ ആൻസർ ചെയ്തേ. മീസാനുൽ അഖായിദ്, മീസാനുൽ അഖായിദ്. നോക്ക് നിങ്ങള്, സി ഓപ്ഷനിൽ സി വന്നിട്ടുള്ള ആളുകളുണ്ട്. എല്ലാതും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് ഏറ്റവും ആദ്യം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത ആളുകൾ, പേര് ഞാൻ പറയുന്നില്ല, സി ഓപ്ഷൻ കൊടുത്ത ആളുകളുണ്ട്. ശരിക്കും ഇതിന്റെ ആൻസർ ബി വന്ന ആളുകളുണ്ട്, ഡി പറഞ്ഞവരുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? എ ആണ് ഇതിന്റെ ആൻസർ. അബ്ദുൽ അസീസ് ദഹ്ലവി, ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ മകനാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി. അദ്ദേഹമാണ് മീസാനുൽ അഖായിദ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ചോദ്യം കേട്ടത്തിനാണ് ചോദിച്ചത്, 2020 ചോദിച്ചത്. സിലബസിൽ ഷാ അബ്ദുൽ അസീസ് ഇല്ല, അതുകൊണ്ട് അത് PSC ഒന്നും ചോദിക്കാത്തത്. പക്ഷെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ കുടുങ്ങി പോവരുത്. തതവ്വുറുൽ അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറാത്തിഹാ ഫീ ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ എന്നുള്ള ഗ്രന്ഥം നമുക്കറിയാം. മുഹയ്യുദ്ദീൻ ആലുവായി ആണ് അതിന്റെ ഉത്തരം എന്നുള്ളത്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഓക്കെ, മൻ ഹുവ വാലിദു അബുൽ ഹസൻ നദ്വി, അബുൽ ഹസൻ നദ്വിയുടെ ഉപ്പ ആരാണ് എന്ന ചോദ്യം അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. ഓക്കെ, തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ, ഇത് ആരാണ് എഴുതിയത്? സിമ്പിളായ ചോദ്യമാണ്. ഓക്കെ, സൈനുദ്ദീൻ മഖ്ദൂം സഗീറാണ്. ഒരു പറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഏറ്റവും ആദ്യം സൈനുദ്ദീൻ മഖ്ദൂം കബീർ എ ഓപ്ഷന് കൊടുത്തിട്ടുണ്ട്. കുത്തിയ ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തില്. അപ്പൊ അതാണ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്.
കാരണം ആദ്യം തന്നെ കബീറ കൊടുത്തത്, പിന്നെയാണ് സൊഗീർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാന് ക്വസ്റ്റ്യൻസ് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പഴയകാല ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ കുറെ എക്സ്ട്രാ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലെ പിന്നെ സ്വഹീഫകൾ പറഞ്ഞു, കേരളത്തിൽ നിന്നും അറബിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ട്രാൻസ്ലേഷൻ വർക്കുകൾ പറഞ്ഞു, 2020 മുതൽ 2024 വരെ വന്ന മുഴുവൻ ചോദ്യങ്ങൾ, പോയിന്റുകൾ പറഞ്ഞു. പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ ഇൻഡോ അറബ് ചില ആളുകൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അതിന്റെ ഒരു ആവശ്യമില്ല. ചില ആളുകൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് ചില ആളുകൾ ഇത് ഈസി അല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇൻഡോ അറബിൽ നിന്നൊരു 80% PYQ'ലുള്ളതും ഇമ്പോർട്ടൻ്റേ വരുള്ളൂ. ഒരു 2% ചോദ്യങ്ങൾ നമ്മളെ പിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരും. പ്രത്യേകം ഞാൻ കാണിച്ചു തന്നല്ലോ. ഈ പേജ് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഈ റയർ പുസ്തകങ്ങൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. ഇത്രയും റയർ പുസ്തകങ്ങൾ വന്നത് എന്തുകൊണ്ടാ? A+ ചോദ്യം വേണം, ഇതിൽ റാങ്ക് തീരുമാനിക്കണ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് PSC ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്കസ് ഇതുപോലെ എന്ന് ചോദിച്ച ആളുകളുണ്ട്. നമ്മള് പിന്നെ ഇത് PYQ ആണ് ഈ ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തല്ലോ, ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് PSC 2021, 2023, 2024 ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ പോയിന്റുകളാണ് ഇങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാത്ത സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു PDF, ഈ ഒരു നോട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ PYQ'ൽ വന്നതൊക്കെയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങളുടെ നോട്ടിൽ എഴുതി തന്നെ നിങ്ങൾ വെക്കണം. അത് ഇനിയും ചോദിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാം. ഈ ബുക്കുകളൊക്കെ തരും, ഈ വർക്കുകളൊക്കെ PDF ഒക്കെ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പേഴ്സണലി നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കാണ്. പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഡോ അറബ് നമ്മൾ ക്ലോസ് ചെയ്തു, അവസാനിപ്പിച്ചു. ജാഹിലിയയും അവസാനിപ്പിച്ചിരുന്നു, ഇൻഡോ അറബ് അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും ഞാൻ വരും വേറെ ഒരു ടോപ്പിക്കുമായിട്ട്, നിങ്ങളുടെ ആഗ്രഹം പോലെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.